ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7 അധ്യായങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. 8ാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. ഭഗവാനൊക്കെ അവിടുത്തെ സങ്കല്പം പോലെ നടത്തട്ടെ. ഹരേ കൃഷ്ണ. 8ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നോക്കാം. ഗർഗഃ പുരോഹിതോ രാജൻ. അഥ അഷ്ടമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ. വ്രജം ജഗാമ നന്ദസ്യ വസുദേവ പ്രചോദിതഃ. ഗർഗഃ പുരോഹിതോ രാജൻ. ഇവിടെ ആദ്യം ഭഗവാന്റെ ലീലകൾ, ബാലലീലകൾ തുടരുകയാണ്. ആദ്യം നാമകരണമാണ്, അതിലേക്ക് വരികയാണ്. ഗർഗഃ പുരോഹിതോ രാജൻ. ഗർഗഃ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീ ഗർഗ മഹർഷി. പുരോഹിതഃ പറഞ്ഞാൽ പുരോഹിതനായിട്ടുള്ള. രാജൻ അല്ലയോ രാജാവേ. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, കഥ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ ശ്രീശുക മഹർഷി. അതുകൊണ്ടാണ് രാജൻ എന്ന് വന്നത്. അല്ലയോ മഹാരാജാവേ, ആ പുരോഹിതനായിട്ടുള്ള ആ സാക്ഷാൽ ഗർഗ മഹർഷി യദൂനാം എന്ന് പറഞ്ഞാൽ യദുക്കളുടെ, അത് എടുത്തു പറഞ്ഞു. ഇവിടെ ഗർഗ മഹർഷി ഇവിടെ വരേണ്ടതല്ല, പക്ഷെ ഇവിടെ യദുക്കളുടെ പുരോഹിതനായിട്ടുള്ള, യദുവംശാചാര്യനായിട്ടുള്ള ഗർഗ മഹർഷി സുമഹാതപാ, ഏറ്റവും മഹാതപാ, മഹത്തായ തപസ്സോടുകൂടിയവനുമായ. വ്രജം ജഗാമ. വ്രജം എന്ന് പറഞ്ഞാൽ ഈ ഗോകുലത്തിൽ ജഗാമ പ്രാപിച്ചു അഥവാ എത്തിച്ചേർന്നു. നന്ദസ്യ നന്ദഗോപരുടെ, ഈ നന്ദഗോപരുടെ ഗോകുലത്തിൽ എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? വസുദേവ പ്രചോദിതഃ. എന്തുകൊണ്ടാണ് വന്നത്? സാക്ഷാൽ വസുദേവരുടെ പ്രേരണ കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വസുദേവർ പറഞ്ഞിട്ട് വന്നതാണ്. കാരണം വസുദേവരുടെ പുത്രനായിട്ടുള്ള ആ കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും ഇപ്പോൾ കഴിയുന്നത് ഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്താണ്. അപ്പോൾ അവരുടെ നാമകരണ സംസ്കാരം നടത്തേണ്ടത് ആ യദുവംശത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ഗർഗ മഹർഷി തന്നെയാണ്. അത് വസുദേവർക്കറിയാം. അതുകൊണ്ടാണ് വസുദേവർ ഇവിടേക്ക് ആ ഗർഗ മഹർഷിയെ പറഞ്ഞു വിട്ടത്. ഇവിടെയും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ തൃണാവർത്ത വധം വരെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. തൃണാവർത്ത വധം നടക്കുമ്പോഴേക്കും ഉണ്ണിക്ക് ഏകദേശം 1 വയസ്സോളം പ്രായമുണ്ട്. നമുക്കറിയാം നാമകരണം സാധാരണ നടത്തുക 12ാമത്തെ ദിവസം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, 11, 12 അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ 100ാമത്തെ ദിവസമാണ് നടത്തുക. ഇതും ഒരു പക്ഷേ നാമകരണം 100ാമത്തെ ദിവസം തന്നെയാവാം നടന്നത്. പക്ഷേ കഴിഞ്ഞ അധ്യായത്തിൽ ആ ശ്രീശുക മഹർഷി കഥ പറഞ്ഞു പോകുമ്പോൾ ശകടാസുര വധത്തോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് തൃണാവർത്ത വധം പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നടന്ന ഒരു കാര്യം, പറയാൻ വിട്ടുപോയ ഒരു കാര്യത്തെ ഇവിടെ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഇനി അടുത്ത ഭഗവാന്റെ ലീലകൾ ഇവിടെ ഈ ഒരു അധ്യായത്തിൽ ശ്രീശുക മഹർഷി പറഞ്ഞ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തൃണാവർത്ത വധത്തിന് ശേഷമല്ല, അതിനു മുൻപ് നടന്ന കഥയാണ്. ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഉത്സുകനായിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനോട് ഇടയ്ക്ക് പറയാൻ വിട്ടുപോയ ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഇനിയും ബാക്കി ബാലലീലകളിലേക്ക് കടക്കാനാണ് ഇവിടെ. ആ ഒരു രീതിയിലാണ് ഈ ഒരു അധ്യായം പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഗർഗ മഹർഷിയെ വസുദേവർ പ്രേരിപ്പിച്ചിട്ടാണ് നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. കാരണം ആ ഗർഗ മഹർഷി എന്ന് പറയുന്നത് മഹത്തായ തപസ്സോട് കൂടിയവനാണ്. തന്നെയല്ല, യദുക്കളുടെ ആചാര്യനാണ്, പുരോഹിതനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ യദുപുരോഹിതനാൽ തന്നെ, യദുക്കളുടെ യാദവ പുരോഹിതനാൽ തന്നെ തൻ്റെ മക്കളുടെ നാമകരണ സംസ്കാരം നടക്കണമെന്ന വസുദേവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് വസുദേവരാൽ പ്രേരിതനായിട്ട് ഗർഗ മഹർഷി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ. വ്രജം ജഗാമ നന്ദസ്യ വസുദേവ പ്രചോദിതഃ.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗർഗ, അവിടെ ഒരു വിസർഗമുണ്ട്. അതേപോലെ സുമഹാതപാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ പകുതി ഹകാരവും കൊടുക്കണം, ദീർഘവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വസുദേവ പ്രചോദിത, ആ പ്രചോദിത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. തം ദൃഷ്ട്വാ പരമപ്രീതഃ പ്രത്യുത്ഥായ കൃതാഞ്ജലി ആനർച്ചാധോക്ഷജധിയാ പ്രണിപാതപുരസ്സരം. തം ദൃഷ്ട്വാ, തം എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഗർഗമഹർഷിയെ ദൃഷ്ട്വാ കണ്ടിട്ട്, പരമപ്രീതഃ ഏറ്റവും സന്തുഷ്ടവാനായിട്ട് സന്തോഷമുള്ളവനായി തീർന്നു. അങ്ങനെയുള്ള ആ നന്ദഗോപരുടെ കാര്യം പറയുകയാണ്. പ്രത്യുത്ഥായ കൃതാഞ്ജലി, പ്രത്യുത്ഥായ എന്ന് പറഞ്ഞാൽ ആ ഗർഗമഹർഷി അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് വന്നു, എതിരേറ്റുകൊണ്ട് വന്നു. എങ്ങനെ? കൃതാഞ്ജലി, കൈകൂപ്പി സ്വീകരിച്ചുകൊണ്ട്. കാരണം തൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്, നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, മഹത്തായ തപസ്സോടു കൂടിയവനാണ്. മഹാത്മാക്കളെ കാണുമ്പോൾ നമ്മൾ കൂപ്പുകൈകളോടുകൂടി വേണം സ്വീകരിക്കാൻ. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം, വീണു നമിച്ചു തന്നെ സ്വീകരിക്കണം. ഇനി അതിനും കഴിയാത്തവരാണെങ്കിൽ കൂപ്പുകൈകളോടുകൂടി മഹാത്മാക്കളെ സ്വീകരിക്കണം. ഇവിടെ അങ്ങനെ കൂപ്പുകൈകളോടുകൂടിയാണ് പരമപ്രീതനായിട്ടുള്ള ഏറ്റവും സന്തുഷ്ടവാനായ ആ നന്ദഗോപര് ഗർഗമഹർഷിയെ കണ്ട് സ്വീകരിച്ചത്. എന്നിട്ടോ ആനർച്ചാധോക്ഷജധിയ, ആനർച്ച എന്ന് പറഞ്ഞാൽ വേണ്ട വിധത്തിൽ പൂജിച്ചു, അർച്ചിച്ചു. അധോക്ഷജധിയ, ധി എന്നാൽ ബുദ്ധി. അധോക്ഷജധിയ, ഈ വന്നിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ദൂതനാണ് എന്ന സങ്കല്പത്തോടുകൂടി. കാരണം അത്രയേറെ തപസ്സിൻ്റെ ബലമുള്ള ഇതുപോലെയുള്ള മഹാത്മാക്കൾ ദീർഘദൃഷ്ടിയുള്ളവരാണ്. അവരാരും ഇങ്ങനെയുള്ള ദീർഘദൃഷ്ടിയുള്ളവരായിട്ടുള്ള സജ്ജനങ്ങളൊന്നും വെറുതെ ആരുടെയും ഗ്രഹങ്ങളിൽ പോവില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സന്ദർശനം നടത്തുന്നുണ്ടെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ എന്തോ ഒരു നിയോഗമാണ്, ഭഗവാൻ തന്നെയാണ് വരുന്നതെന്ന ബുദ്ധിയോടുകൂടി, ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്, തൊഴുകൈകളോടുകൂടി ആ ഗർഗമഹർഷിയെ സ്വീകരിച്ചത്. പിന്നെയോ പ്രണിപാത പുരസ്സരം, നമസ്കരിച്ചുകൊണ്ട്, പ്രണിപാത പുരസ്സരം, അങ്ങോട്ട് നമസ്കാരത്തോടുകൂടി. അപ്പോൾ ആദ്യം ഗർഗമഹർഷിയെ വീണ് നമസ്കരിച്ചു, അത് കഴിഞ്ഞ് കൂപ്പുകൈകളോടുകൂടി ആ ഗർഗമഹർഷിയെ കണ്ട് സന്തുഷ്ടനായിട്ടുള്ള നന്ദഗോപര് ഗർഗമഹർഷിയെ ആനയിച്ച് വേണ്ട വിധത്തിൽ പൂജകൾ ചെയ്ത് സ്വീകരിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തം ദൃഷ്ട്വാ പരമപ്രീതഃ പ്രത്യുത്ഥായ കൃതാഞ്ജലി ആനർച്ചാധോക്ഷജധിയാ പ്രണിപാതപുരസ്സരം. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പരമപ്രീത, അവിടെ വിസർഗമുണ്ട്. അതേപോലെ കൃതാഞ്ജലി, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് ആനർച്ചാധോക്ഷജധിയ, ആനർച്ച അധോക്ഷജധിയ ആണ്. അപ്പോൾ ആനർച്ചാധോക്ഷജധിയ, അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് പ്രണിപാത പുരസ്സരം, പുരസ്സരം, അവിടെ വിസർഗം ഇടയ്ക്കുണ്ട്. ഇനി വിസർഗം ഇല്ലാതെയാണ് നിങ്ങളുടെ ബുക്കിലുള്ളതെങ്കിൽ അപ്പോൾ സ കൂട്ടക്ഷരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രണിപാത പുരസ്സരം സ കട്ടിയിലെടുക്കുക. അപ്പോൾ അവരവരുടെ ബുക്കിൽ എങ്ങനെയാണോ അങ്ങനെ വായിക്കാവുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. സൂപവിഷ്ടം കൃതാതിഥ്യം ഗിരാസൂനൃതയാ മുനിം നന്ദയിത്വാബ്രവീത് ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമ കിം. ഈ ഒരു ശ്ലോകത്തിൽ ഈ നന്ദഗോപരുടെ സൽക്കാര
ആതിഥ്യങ്ങളെല്ലാം സ്വീകരിച്ച ഗർഗമഹർഷിയുടെ കാര്യമാണ് പറയുന്നത്. സൂപവിഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ സുഖമായി ഉപവിഷ്ടനായിരിക്കുന്ന, നമ്മൾ പറഞ്ഞു ഉത്തമമായ ആസനമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെയോ കൃതാതിഥ്യം, ആതിഥ്യം, ഈ ആതിഥ്യ സൽക്കാരങ്ങളെല്ലാം സ്വീകരിക്കപ്പെട്ടവനുമായിട്ടുള്ള ഗിര എന്ന് പറഞ്ഞാൽ വാക്കുകളാൽ, സൂനൃതയ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള വാക്കുകളാൽ, മുനിം ആ ഗർഗമഹർഷിയെ നന്ദയിത്വാ അബ്രവീത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നന്ദയിത്വാ. നന്ദയിത്വ എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിച്ചിട്ട്, അബ്രവീത് പറഞ്ഞു. പൂർണ്ണസ്യ കരവാമകിം, പൂർണ്ണസ്യ എല്ലാം തികഞ്ഞിരിക്കുന്നതായിട്ടുള്ള, കരവാമകിം കരവാമ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, കിം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഈ നന്ദഗോപരുടെയും യശോദാമ്മയുടെയും ഒക്കെ ആ ആതിഥ്യ സൽക്കാരത്താൽ വളരെ സന്തുഷ്ടനായി ഉത്തമമായ ആസനത്തിൽ, സുഖമായ ആസനത്തിലിരിക്കുന്ന ആ ഗർഗമഹർഷിയെക്കുറിച്ച് ഇവിടെ നന്ദഗോപര് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ പൂർണ്ണസ്യ എല്ലാം തികഞ്ഞിരിക്കുന്ന പൂർണ്ണനായ അങ്ങയ്ക്ക് ഞങ്ങൾ എന്താണ് ഇനിയും ചെയ്യേണ്ടത്, എന്തും ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ദാസഭാവത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് നന്ദഗോപര്. എന്താണ് ഇനിയും ചെയ്യേണ്ടത്? പൂർണ്ണനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഗർഗമഹർഷിയുടെ ആ ഒരു ഉള്ളിലെ സംസ്കാരത്തിൻ്റെ, ആത്മീയ സംസ്കാരത്തിൻ്റെ വലിപ്പം നന്ദഗോപർക്ക് നന്നായി മനസ്സിലായിരിക്കുന്നു, അറിയാമെന്നുള്ളത് കാണിക്കുകയാണ്. അത്രയേറെ തപോബലമുള്ള ഒരു വ്യക്തിക്ക്, ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന, ആത്മീയമായി ഉന്നതങ്ങളിൽ കഴിയുന്ന ഒരു ആചാര്യൻ വീട്ടിൽ വന്നപ്പോൾ ഇനിയും എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? അത് തങ്ങളുടെ ആ നിസ്സാരതയെ സ്വയം തിരിച്ചറിയുകയും ആ വിനയഭാവത്തെയും കാണിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ചോദിക്കുകയാണ്, ഇനി അങ്ങേക്ക് ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത്? ഇവിടെ ഞങ്ങളെന്ന് പറയുമ്പോൾ ആ ഗോകുലവാസികളെ മുഴുവൻ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാരണം അവരെല്ലാവരോടെ ഇല്ലെങ്കിലും എന്നാലും ചോദിക്കുകയാണ്, അല്ലയോ മഹാത്മാവെ, ഞങ്ങൾ എന്താണ് ഇനി അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? നമുക്കിനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൂപവിഷ്ടം കൃതാതിഥ്യം ഗിരാസോനൃതയാ മുനിം നന്ദയിത്വാബ്രവീത് ബ്രഹ്മൻ പൂർണ്ണസ്യ കരവാമകിം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃതാതിഥ്യം, ആതിഥ്യം, അവിടെ അകാരം നീട്ടിയെടുക്കുക. അതേപോലെ ചില ഗ്രന്ഥങ്ങളിൽ നന്ദയിത്വാബ്രവീത് ബ്രഹ്മൻ, അതത്രയും ചേർത്തായിരിക്കും കൊടുത്തിരിക്കുന്നത്. ചില ബുക്കുകളിൽ നന്ദയിത്വാബ്രവീത് ബ്രഹ്മൻ, അങ്ങനെ രണ്ട് വാക്കുകളായിട്ടായിരിക്കും അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് അത് വായിക്കുക. അതുപോലെ നന്ദയിത്വാബ്രവീത്, അബ്രവീതാണ്, അപ്പോൾ അകാരം നീട്ടിയെടുക്കുക അവിടെ. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ്. മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിത്. മഹദ്വിചലനം, മഹാത്മാക്കളുടെ ഓരോ ചലനവും ഓരോ സഞ്ചാരവും, നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, അതെങ്ങനെയുള്ള ഗൃഹിണാം, ഗൃഹസ്ഥരായിട്ടുള്ള, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരായിട്ടുള്ള മനുഷ്യർക്ക്, പിന്നെയോ ദീനചേതസാം, മനസ്സിൽ ധാരാളം ദുഃഖങ്ങളുള്ളവർ അല്ലെങ്കിൽ ദുഃഖിതരായിട്ടുള്ളവർക്ക്,
നിശ്രേയസായ, അവരുടെ ശ്രേയസ്സിനായിക്കൊണ്ട്, അവരുടെ മംഗളത്തിനായിക്കൊണ്ടുള്ളതാണ് മഹാത്മാക്കളുടെ ഓരോ സഞ്ചാരവും. അപ്പോൾ ഇവിടെ പറയുകയാണ്, മഹാത്മാക്കളായിട്ടുള്ളവരുടെ ഓരോ സഞ്ചാരവും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച മനുഷ്യരുടെയും അതുപോലെ ദീനരായിട്ടുള്ള മനുഷ്യരുടെയും ദീനചിത്തരായിട്ടുള്ളവരുടെയൊക്കെ ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ളതിനാണ്, മംഗളത്തിനായിട്ടുള്ളതാണ്. കൽപ്പതേ നാന്യഥാ ക്വചിത്. കൽപ്പതേ എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാന്യഥ ന അന്യഥ, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റൊന്നിനും വേണ്ടിയിട്ട്. കാരണം അവർ തന്നെ പൂർണ്ണരാണ് എന്ന് ആദ്യമേ പറഞ്ഞു അല്ലേ. അവർക്കിനിയും വേറൊന്നും നേടേണ്ടതായിട്ടില്ല. അവർക്ക് ധനമോ മറ്റുള്ള സമ്പത്തോ ഐശ്വര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധാരണക്കാരായ ലൗകികരായ മനുഷ്യരിൽ നിന്ന് നേടേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ അവർ പൂർണ്ണരാണ്. അവർ ആ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ബ്രഹ്മജ്ഞാനികളാണ്. അവർക്ക് മറ്റെല്ലാം തന്നെയും ഇതിനെ അപേക്ഷിച്ച് തുച്ഛമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നും, പരമമായിട്ടുള്ളത് നേടേണ്ടത് എന്താണോ അത് നേടിയവരായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊന്നും നേടേണ്ടതായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സാധാരണക്കാരായ മനുഷ്യരുടെ ഗൃഹങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഓരോ സഞ്ചാരവും അവരുടെ ഓരോ ചലനവും ഇതുപോലെയുള്ള ദീനരായിട്ടുള്ള, അതേപോലെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരായിട്ടുള്ള ദീനരായിട്ടുള്ള മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി, മംഗളത്തിന് വേണ്ടി, ശ്രേയസ്സിന് വേണ്ടിയാണ് അവർ വരുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ആ നാട്ടുരാജാവാണ് നന്ദഗോപർ. അപ്പോൾ സംശയം തോന്നാം, ഇനി എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ വരുന്നതെന്ന്. അത് ഇവിടെ ഒന്ന് എടുത്തു പറയുകയാണ്, കൽപ്പതയെന്ന അന്യഥാ ക്വചിത്, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്നുള്ളത് ബോധ്യമാണ്, ബോധ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടുള്ളതല്ല എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നന്ദഗോപര് തന്നെ പറയുന്നു, പൂർണ്ണസ്യ, അപൂർണരായിട്ടുള്ള അല്ലയോ ഗർഗമഹർഷി എന്ന് അവിടെ സൂചിപ്പിച്ചത് തന്നെ ഈ ഒരു കാര്യത്തെ ഒന്നിവിടെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മഹദ്വിചലനം നൃണാം ഗൃഹിണാം ദീനചേതസാം നിശ്രേയസായ ഭഗവൻ കൽപ്പതേ നാന്യഥാ ക്വചിത്. ഇനി അടുത്തത് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മഹദ്വിചലനം, അവിടെ ദ്വി എന്നുള്ള വാക്ക്, മഹദ്വിചലനം എന്നുള്ളത്, അത് ദ്വി എന്നുള്ളത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ്. നിശ്രേയസായ, നാന്യഥ, അതൊക്കെ നമ്മൾക്ക് കുറച്ചുകൂടി മലയാളവുമായി ചേർന്ന് നിൽക്കുന്ന വാക്കുകളായതുകൊണ്ട് ബുദ്ധിമുട്ട് വരില്ല. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.